morning, dear children. Today I will discuss the topic ideal solution and non-ideal solution. What is an ideal solution? The solution which obeys Raoult's law is called an ideal solution. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത് ഐഡിയൽ സൊല്യൂഷൻസ്. ദെൻ വാട്ട് ഈസ് റൗൾട്ട്സ് ലോ? ഹൗ ക്യാൻ വി സ്റ്റേറ്റ് റൗൾട്ട്സ് ലോ? റൗൾട്ട്സ് ലോ സ്റ്റേറ്റ് ദാറ്റ് the partial pressure of a component in a volatile solution is directly proportional to mole fraction of that substance in vapor phase. Partial pressure എന്തിനോട് proportional ആയിരിക്കും? Mole fraction of component in the vapor phase, or PA, partial pressure of solvent equal P0A into XA, or PB, partial pressure of solute equal P0B into XB. എന്ന് പഠിച്ചായിരുന്നല്ലോ. Partial pressure is the product of vapor pressure of that component in pure state and mole fraction. അപ്പോൾ റൗൾട്ട്സ് ലോ അനുസരിച്ച് PA is equal to P0A into XA or PB is equal to P0B into XB. അങ്ങനാണെങ്കിൽ ഐഡിയൽ സൊല്യൂഷന്റെ കേസിലും ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. റൗൾട്ട്സ് ലോ ഒബേ ചെയ്താൽ നമുക്ക് ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ PA is equal to എന്തെന്ന് എഴുതാൻ പറ്റും? P0A into XA or PB is equal to P0B into XB എന്ന് എഴുതാം. ഇനി what is non-ideal solution? Ideal solution എന്ന് പറഞ്ഞാൽ റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻ ആണ് ഐഡിയൽ സൊല്യൂഷൻ. സോ non-ideal solution is the solution which does not obey Raoult's law. അപ്പം നോൺ ഐഡിയൽ സൊല്യൂഷൻ റൗൾട്ട്സ് ലോ ഒബേ ചെയ്യില്ല. ഒബേ ചെയ്യാത്തത് കൊണ്ട് PA not equal to P0A into XA or PB not equal to P0B into XB എന്ന് എഴുതാം. റൗൾട്ട്സ് ലോ ഒബേ ചെയ്തിരുന്നെങ്കിൽ PA P0A into XA or PB is equal to P0B into XB ആണ്. ഒബേ ചെയ്യാത്ത സൊല്യൂഷനിൽ പാർഷ്യൽ പ്രഷർ എന്തിന്റെ പ്രോഡക്റ്റ് ആയിരിക്കത്തില്ല. പാർഷ്യൽ പ്രഷർ ഈസ് നോട്ട് ഈക്വൽ ടു വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ് ആൻഡ് മോൾ ഫ്രാക്ഷൻ. നെക്സ്റ്റ്, റീസൺസ് ഫോർ ഫോർമേഷൻ ഓഫ് ഐഡിയൽ സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ ഐഡിയൽ സൊല്യൂഷൻ ആകണം എന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻസ് പറയാൻ പോകുന്നത്. ഫസ്റ്റ്, FAA, that means force of attraction between solvent particles. A represents solvent, so force of attraction of solvent particles equal to force of attraction of solute particles. B represents solute, so BB interaction means attraction between solute particles. അപ്പോൾ നമ്മൾ സോൾവെന്റ് മാത്രം എടുത്ത് വെക്കുക. എക്സാമ്പിൾ പറഞ്ഞാല് ബെൻസീൻ പ്ലസ് കാർബൺ ടെട്രാ ക്ലോറൈഡ്. ഇവിടെ ബെൻസീൻ സോൾവെന്റും കാർബൺ ടെട്രാ ക്ലോറൈഡ് സൊല്യൂട്ടും ആണെന്ന് വെച്ചു. അപ്പോൾ ഈ ബെൻസീൻ മാത്രമായിട്ട് നമ്മൾ എടുക്കുമ്പം ഇതിനകത്തുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ട്. ഈ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഒന്നീ വാണ്ടർവോൾ ഫോഴ്സ് ആകാം, അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട്, അങ്ങനെ ഏതെങ്കിലും മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആകാം. അപ്പോൾ ഈ ബെൻസീൻ ആണല്ലോ ഇവിടുത്തെ സോൾവെന്റ്.
ഈ ബെൻസീൻ പാർട്ടിക്കിൾസ്, അതായത് ബെൻസീൻ മോളിക്യൂൾസ് തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ട്. ആ ഇന്ററാക്ഷനെയാണ് സോൾവെന്റ് സോൾവെന്റ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. കാരണം ഇവിടുത്തെ സോൾവെന്റ് ബെൻസീൻ ആണ്. അപ്പോൾ സോൾവെന്റ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ആ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ആ അട്രാക്ഷനെയാണ് സോൾവെന്റ് സോൾവെന്റ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഇനി കാർബൺ ടെട്രാക്ലോറൈഡ്, കാർബൺ ടെട്രാക്ലോറൈഡ് ആണല്ലോ ഇവിടുത്തെ സൊല്യൂട്ട്. ഇത് മാത്രമായിട്ട് എടുക്കുന്നുണ്ട്. കാർബൺ ടെട്രാക്ലോറൈഡ് മോളിക്യൂൾസ് തമ്മിൽ അവിടെ ഒരു ഇന്ററാക്ഷൻ ഉണ്ട്. അപ്പൊ സൊല്യൂട്ട് ആണ് കാർബൺ ടെട്രാക്ലോറൈഡ്. അപ്പൊ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇന്ററാക്ഷനെയാണ് എന്തെന്ന് പറയുന്നത്? സൊല്യൂട്ട് സൊല്യൂട്ട് ഇന്ററാക്ഷൻ. അപ്പം ഈ ബെൻസീനകത്തുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്താണോ, ഇപ്പൊ ഇവിടുത്തെ ഫോഴ്സ് വാൻഡർവോൾ ഫോഴ്സ് ആണെങ്കിൽ കാർബൺ ടെട്രാക്ലോറൈഡിനകത്തെ ഇന്ററാക്ഷൻ എന്ത് തന്നെ ആയിരിക്കണം? വാൻഡർവോൾ ഫോഴ്സ്. ഇനി ഹൈഡ്രജൻ ബോണ്ട് ആണ് സോൾവെന്റിനകത്തെങ്കിൽ സൊല്യൂട്ടിനകത്തെയും ഫോഴ്സ് എന്ത് തന്നെ ആയിരിക്കണം? ഹൈഡ്രജൻ ബോണ്ട്. അപ്പൊ സോൾവെന്റിലെയും സൊല്യൂട്ടിലെയും ഇന്ററാക്ഷൻ സെയിം ആണ് എങ്കിൽ അതേത് സൊല്യൂഷൻ ആയിട്ട് മാറും? ഐഡിയൽ സൊല്യൂഷൻ. ഇനി ഈ സൊല്യൂട്ടും സോൾവെന്റും കൂടെ മിക്സ് ചെയ്യുന്ന ഉടനെ അത് സൊല്യൂഷൻ ആയിട്ട് ചേഞ്ച് ചെയ്യുമല്ലോ. സോൾവെന്റും സൊല്യൂട്ടും കൂടെ മിക്സ് ചെയ്യുന്നുണ്ടെ നമുക്ക് എന്ത് കിട്ടുന്നത്? സൊല്യൂഷൻ. അപ്പൊ ഈ സൊല്യൂഷനകത്ത് സൊല്യൂട്ട് പാർട്ടിക്കിൾസും ഉണ്ട്, സോൾവെന്റ് പാർട്ടിക്കിൾസും ഉണ്ട്. ഇത് തമ്മിൽ ഒരു പുതിയ ഇന്ററാക്ഷൻ വരും. ദാറ്റ് ഈസ് നോൺ ആസ് സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ. അപ്പൊ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് മാത്രമുള്ള ഇന്ററാക്ഷൻ സൊല്യൂട്ട് സൊല്യൂട്ട് ഇന്ററാക്ഷൻ, സോൾവെന്റ് പാർട്ടിക്കിൾസ് മാത്രമുള്ള ഇന്ററാക്ഷൻ സോൾവെന്റ് സോൾവെന്റ് ഇന്ററാക്ഷൻ. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ സൊല്യൂഷൻ ആയിട്ട് മാറും. അപ്പൊ ആ സൊല്യൂഷനകത്ത് സൊല്യൂട്ടും ഉണ്ട്, സോൾവെന്റും ഉണ്ട്. ഈ സൊല്യൂട്ടും സോൾവെന്റും തമ്മിലുള്ള ഇന്ററാക്ഷനെയാണ് സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൊല്യൂഷൻ ഐഡിയൽ സൊല്യൂഷൻ ആകണമെങ്കിൽ സൊല്യൂട്ട് സൊല്യൂട്ട് ഇന്ററാക്ഷൻ ഏതിനോട് ഈക്വൽ ആയിരിക്കണം? സോൾവെന്റ് സോൾവെന്റ് ഇന്ററാക്ഷൻ. ഈ ഇന്ററാക്ഷൻ സെയിം ആണ് എങ്കിൽ സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷനും സെയിം ആയിരിക്കും. അതായത് സോൾവെന്റ് സോൾവെന്റ് ഇന്ററാക്ഷൻ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ വാൻഡർവോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ സൊല്യൂട്ടും എന്ത് തന്നെ ആയിരിക്കണം? വാൻഡർവോൾ ഫോഴ്സ്. എങ്കിൽ സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷനും എന്ത് തന്നെ ആയിരിക്കും? വാൻഡർവോൾ ഫോഴ്സ്. അങ്ങനെ വരുന്ന കേസിലെ അതെന്തായിട്ട് മാറത്തേയുള്ളൂ? ഐഡിയൽ സൊല്യൂഷൻ. ഇനി സോൾവെന്റ് സോൾവെന്റ് ഇന്ററാക്ഷൻ വാൻഡർവോൾ ഫോഴ്സ് ആണെന്ന് വെച്ചു. പക്ഷെ സൊല്യൂട്ട് സോൾവ്യൂട്ട് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടാണ് എങ്കിൽ, അപ്പോൾ ഒന്ന് വാൻഡർവോൾ ഫോഴ്സും ഒന്ന് ഹൈഡ്രജൻ ബോണ്ടുവാ. രണ്ട് ഡിഫറെന്റ് ഇന്ററാക്ഷൻ ആണല്ലോ. എങ്കിൽ ഇത് മിക്സ് ചെയ്യുമ്പോഴുള്ള സൊല്യൂട്ടിന്റെ സോൾവെന്റിന്റെയും ഇന്ററാക്ഷനും ഡിഫറെന്റ് ആയിരിക്കും. അതായത് സോൾവെന്റ് സോൾവെന്റ് ഇന്ററാക്ഷൻ നോട്ട് ഈക്വൽ ടു സൊല്യൂട്ട് സൊല്യൂട്ട് ഇന്ററാക്ഷൻ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ. അങ്ങനെയുള്ള കേസിൽ അത് എന്തായിട്ട് മാറും? നോൺ ഐഡിയൽ സൊല്യൂഷൻ ആയിട്ട് മാറും. അപ്പോൾ ഒരു സൊല്യൂഷൻ ഐഡിയൽ സൊല്യൂഷൻ ആയിട്ട് മാറണമെങ്കിലുള്ള ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ the solute particles equal to force of attraction between solvent particles, which is also equal to solute solvent interaction. Okay. Second point ആണ് similar structure and polarity. സൊല്യൂട്ടിനും സോൾവെന്റിന്റെയും സ്ട്രക്ചർ സിമിലറും അതിന്റെ പൊളാരിറ്റിയും സെയിം ആണ് എങ്കിൽ അത് എന്തായിട്ട് മാറും? ഐഡിയൽ സൊല്യൂഷൻ. എക്സാമ്പിൾ പറഞ്ഞാല് normal hexane and normal heptane. ഇതൊരു ഐഡിയൽ സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്. നമുക്കറിയാം നോർമൽ ഹെക്സൈന്റെ സ്ട്രക്ചർ. ഹെക്സ് എന്ന് പറഞ്ഞാൽ 6 കാർബൺ ആറ്റംസ്. സ്ട്രക്ചർ CH3 CH2 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 CH3. ഇതാണ് നോർമൽ ഹെക്സൈൻ എന്ന് പറയുന്നത്. അതായത് 6 കാർബൺ ആറ്റം ലോങ് ചെയിൻ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്? നോർമൽ ഹെക്സൈൻ. ഇനി നോർമൽ ഹെപ്റ്റൈൻ എന്ന് പറഞ്ഞാലോ? സ്ട്രക്ചർ ഹെപ്റ്റ് 7 CH3 CH2 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 CH2
ഇതാണല്ലോ ഹെപ്റ്റൈൻ. നോർമൽ ഹെപ്റ്റൈൻ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നോർമൽ ഹെപ്റ്റൈൻ എന്ന് പറയുമ്പോൾ 7 കാർബൺ ആറ്റംസ് ലോങ് ചെയിൻ ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുക. ഹെക്സൈന്റെയും ഹെപ്റ്റൈന്റെയും കൂടെ സ്ട്രക്ചർ ഒന്ന് കമ്പയർ ചെയ്തേ. ഹെക്സൈനിലും ഹെപ്റ്റൈനിലും കാർബൺ ആറ്റം ലിങ്ക് ചെയ്തിട്ടുള്ളത് ലോങ് ചെയിൻ ആയിട്ടാണ്, ബ്രാഞ്ച് ഒന്നും വരുന്നില്ല. അതേപോലെ ഇതിന്റെ പൊളാരിറ്റിയും രണ്ട് കേസിലും സെയിം ആണ് വരുന്നത്. അതുകൊണ്ട് ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു ഐഡിയൽ സൊല്യൂഷൻ. ഇനി പൊളാരിറ്റിക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മെത്തനോൾ ആൻഡ് എത്തനോൾ. ഈ മെത്തനോളിലെയും എത്തനോളിലെയും ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽക്കഹോൾ ആണല്ലോ. ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം ആയതുകൊണ്ട് ഇവിടുത്തെ പൊളാരിറ്റിയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതേപോലെ രണ്ടിന്റെയും സ്ട്രക്ചർ ലീനിയർ സ്ട്രക്ചറും ആണല്ലോ. അതുകൊണ്ട് മെത്തനോളും എത്തനോളും മിക്സ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സൊല്യൂഷനും എന്തായിരിക്കും? ഐഡിയൽ സൊല്യൂഷൻ. അപ്പോൾ ഒരു സൊല്യൂഷൻ ഐഡിയൽ സൊല്യൂഷൻ ആകണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ഒബേ ചെയ്തിരിക്കണം? ഫസ്റ്റ് പോയിന്റ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ solute particles equal to force of attraction between solvent particles, which is also equal to force of attraction between solute solvent interaction. Then similar structure and polarity. ഈ കണ്ടീഷൻസ് ഒബേ ചെയ്യുകയാണ് എങ്കിൽ അതെന്തായിട്ട് മാറും? ഐഡിയൽ സൊല്യൂഷൻ. ഇത് ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. അപ്പോൾ ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഫസ്റ്റ് പോയിന്റ്, സൊല്യൂഷൻ വിച്ച് ഒബേസ് റൗൾസ് ലോ. അതാണ് ഐഡിയൽ സൊല്യൂഷൻ. നോൺ ഐഡിയൽ സൊല്യൂഷൻ മീൻസ് ദ സൊല്യൂഷൻ വിച്ച് ഡസ് നോട്ട് ഒബേസ് റൗൾസ് ലോ. ദെൻ റൗൾസ് ലോ ഒബേ ചെയ്യുന്നത് കൊണ്ട് PA is equal to P0A into XA or PB is equal to P0B into XB. ഒബേ ചെയ്യാത്തത് കൊണ്ട് PA നോട്ട് ഈക്വൽ ടു P0A into XA or PB നോട്ട് ഈക്വൽ ടു P0B into XB. ഇനി ഒരു ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ ഡെൽറ്റ എച്ച് മിക്സിംഗ്, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും ഇന്ററാക്ഷൻ സെയിം ആകുന്നതാണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ ഏതിനോട് ഈക്വൽ ആയിട്ടായിരിക്കും വരുന്നത്? സൊല്യൂട്ട് സൊല്യൂട്ട് ഇന്ററാക്ഷൻ ഓർ സോൾവെന്റ് സോൾവെന്റ് ഇന്ററാക്ഷൻ. അപ്പൊ ഇന്ററാക്ഷൻ അവിടെ സെയിം ആയതുകൊണ്ട് എൻതാൽപ്പിക്ക് ചേഞ്ച് വരുന്നില്ല. സോ ഡെൽറ്റ വി മിക്സിംഗ് 0. അപ്പൊ ഐഡിയൽ സൊല്യൂഷന്റെ കേസ് ചേഞ്ച് ഇൻ എൻതാൽപ്പി 0 ആയിരിക്കും, ചേഞ്ച് ഇൻ വോളിയവും 0 ആയിരിക്കും. പക്ഷെ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇന്ററാക്ഷൻ നോട്ട് ഈക്വൽ. സോ ഡെൽറ്റ എച്ച് മിക്സിംഗ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ഡെൽറ്റ വി മിക്സിംഗ് നോട്ട് ഈക്വൽ ടു 0. ഇതാണ് ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും തമ്മിലുള്ള ഡിഫറൻസസ്. അപ്പം വാട്ട് ഈസ് ഐഡിയൽ സൊല്യൂഷൻ? The solution which obeys Raoult's law. Non-ideal solution, the solution which does not obey Raoult's law. Conditions: in ideal solution, PA equal to P0A into XA or PB equal P0B into XB. Then delta H mixing equal to 0 and delta V mixing equal to 0. But in the case of non-ideal solution, PA not equal to P0A into XA and PB not equal to P0B into XB. Then delta H mixing not equal to 0 and delta V mixing not equal to 0. Raoult's law അനുസരിച്ച് PA is equal to P0A into XA അല്ലെങ്കിൽ PB is equal to എന്തെന്ന് കിട്ടും? P0B into XB. ഇപ്പം പാർഷ്യൽ പ്രഷർ ഓഫ് സോൾവെന്റ് 2 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണെന്ന് വെച്ചോ. PA is equal to 2 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് എങ്കിൽ P0A into XAയും എത്ര തന്നെ കിട്ടിയിരിക്കണം? 2 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. 2 അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെ കിട്ടണം എങ്കിൽ മാത്രമേ നമുക്ക് PA is equal to എന്തെന്ന് എഴുതാൻ പറ്റൂ? P0A into XA. പക്ഷെ ഒരു നോൺ ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ
ഇപ്പം P0A ഇൻറ്റു എക്സ് 2 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് എങ്കിൽ PA ഒരിക്കലും ഇത് എന്തായിരിക്കത്തില്ല, 2 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കത്തില്ല. ഈ PAയുടെ വാല്യൂ ഒന്നി ഈ 2-നെക്കാട്ടി കൂടുതലാകാം, അല്ലെങ്കിൽ 2-നെക്കാട്ടില് കുറവ് വരാം. PA ഈസ് ഗ്രേറ്റർ ദാൻ P0A ഇൻറ്റു എക്സ് ഓർ PA ഈസ് ലെസ് ദാൻ P0A ഇൻറ്റു എക്സ് എന്ന് വരാം. അപ്പോൾ PAയുടെ വാല്യൂ P0A ഇൻറ്റു എക്സിനെക്കാട്ടിൽ കൂടുതലാണ് എങ്കിൽ അതിനെയാണ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി PAയുടെ വാല്യൂ ലെസ് ദാൻ P0A ഇൻറ്റു എക്സ് ആണെങ്കിൽ അതിനെ നമുക്ക് നെഗറ്റീവ് ഡീവിയേഷൻ എന്നും പറയാം. In positive deviation, PA is greater than P0A into XA or PB is greater than P0B into XB. But in negative deviation, PA is less than P0A into XA or PB is less than P0B into XB. Raoult's law അനുസരിച്ച് പാർഷ്യൽ പ്രഷർ എന്തിനോട് പ്രപ്പോർഷണൽ ആയിരുന്നു? മോൾ ഫ്രാക്ഷനോട് പ്രപ്പോർഷണൽ ആണല്ലോ. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല് വേപ്പർ ഫേസിൽ എത്തുന്ന സൊല്യൂട്ട് അല്ലെങ്കിൽ സോൾവെന്റ് പാർട്ടിക്കിൾസിനോട് പ്രപ്പോർഷണൽ ആയിരിക്കും അതിന്റെ പാർഷ്യൽ പ്രഷർ. മോൾ ഫ്രാക്ഷൻ കൂടുവാണെങ്കിൽ പാർഷ്യൽ പ്രഷർ എന്ത് ചെയ്യും? കൂടും. ഇനി മോൾ ഫ്രാക്ഷൻ കുറവാണ് എങ്കിൽ പാർഷ്യൽ പ്രഷറും കുറവാണ് ചെയ്യുന്നത്. പോസിറ്റീവ് ഡീവിയേഷനിൽ പാർഷ്യൽ പ്രഷർ കൂടുതലാണ്. ഈ പാർഷ്യൽ പ്രഷർ കൂടുതലാകണം എന്നുണ്ടെങ്കിൽ മോൾ ഫ്രാക്ഷൻ അവിടെ എന്തായിരിക്കണം? കൂടുതലായിരിക്കണമല്ലോ. പാർഷ്യൽ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണന്റ്. അപ്പൊ എക്സയുടെ വാല്യൂ കൂടുവാണെങ്കിൽ പാർഷ്യൽ പ്രഷർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇനി എക്സയുടെ വാല്യൂ കുറവാണെങ്കിൽ പാർഷ്യൽ പ്രഷറും കുറവായിരിക്കുമല്ലോ ചെയ്യുന്നത്. In positive deviation, PA is greater than P0A into XA or PB is greater than P0B into XB ആണ്. പാർഷ്യൽ പ്രഷർ കൂടുതലാണ്. ഈ പാർഷ്യൽ പ്രഷർ കൂടണം എന്നുണ്ടെങ്കിൽ മോൾ ഫ്രാക്ഷൻ കൂടുവാന്നല്ലോ ചെയ്യുന്നത്. മോൾ ഫ്രാക്ഷൻ കൂടുക എന്ന് പറഞ്ഞാല് വേപ്പർ ഫേസിൽ എത്തുന്ന പാർട്ടിക്കിൾസിന്റെ എണ്ണം എന്ത് ചെയ്യുവാണോ സാധാരണതിനെക്കാട്ടില് കൂടുതലായിട്ട് വരിക. അപ്പോൾ വേപ്പർ ഫേസിൽ എത്തുന്ന പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇന്ററാക്ഷൻ, അതായത് സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ സ്ട്രോങ് ആയിരിക്കണോ വീക്ക് ആയിരിക്കണോ? ഓർത്തോണ ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ FAA equal to FBB which is equal to FAB. അതായത് സൊല്യൂട്ട് സൊല്യൂട്ട് ഇന്ററാക്ഷൻ ഈക്വൽ ടു സോൾവെന്റ് സോൾവെന്റ് ഇന്ററാക്ഷൻ which is also equal to solute solvent interaction. But in the case of non-ideal solution, solvent solvent interaction not equal to solute solute interaction which is not equal to solute solvent interaction. എന്താണല്ലോ നമ്മൾ പഠിച്ചേക്കുന്നത്. ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ സൊല്യൂട്ട് സൊല്യൂട്ട് ഇന്ററാക്ഷൻ എന്താണോ അതേ ഫോഴ്സ് തന്നെ ആയിരിക്കണം സോൾവെന്റ് സോൾവെന്റ് ഇന്ററാക്ഷനും. അത് തന്നെ ആയിരിക്കും ഇത് മിക്സ് ചെയ്യുമ്പോഴുള്ള സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ. പക്ഷെ നോൺ ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ ഒരിക്കലും സൊല്യൂട്ട് സൊല്യൂട്ട് ഇന്ററാക്ഷൻ സോൾവെന്റ് സോൾവെന്റ് ഇന്ററാക്ഷനോട് ഈക്വൽ ആയിരിക്കത്തില്ല. ഈക്വൽ ആകാത്തത് കൊണ്ട് ഇത് മിക്സ് ചെയ്യുമ്പോഴുള്ള സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷനും ഈക്വൽ ആയിരിക്കില്ല. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷനിൽ പാർഷ്യൽ പ്രഷർ കൂടുക ചെയ്യുന്നത്. പാർഷ്യൽ പ്രഷർ കൂടണമെങ്കിൽ വേപ്പർ ഫേസിൽ എത്തുന്ന പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടണം. വേപ്പർ ഫേസിൽ കൂടുതൽ പാർട്ടിക്കിൾസ് എത്തണം എന്നുണ്ടെങ്കിൽ സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ സ്ട്രോങ് ആയിരിക്കണോ വീക്ക് ആയിരിക്കണോ? സ്ട്രോങ് ആയി കഴിയുമ്പോൾ ഓർത്തോണം സൊല്യൂട്ടും സോൾവെന്റും തമ്മിലുള്ള അട്രാക്ഷൻ സ്ട്രോങ് ആകുക. അപ്പോൾ വേപ്പർ ഫേസിലോട്ട് എസ്കേപ്പ് ചെയ്യാനുള്ള പാർട്ടിക്കിൾസിന്റെ ടെൻഡൻസി കുറയുക ചെയ്യുന്നത്. പക്ഷെ വീക്ക് ആവുകയാണെങ്കിൽ സൊല്യൂട്ടും സോൾവെന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ വീക്ക് ആണെങ്കിൽ പെട്ടെന്ന് ആ ഇന്ററാക്ഷൻ ബ്രേക്ക് ചെയ്തിട്ട് ഏത് ഫേസിലോട്ട് മാറാൻ പറ്റും? വേപ്പർ ഫേസിലോട്ട് മാറാം. അപ്പൊ ഇന്ററാക്ഷൻ വീക്ക് ആണ് എങ്കിൽ
കൂടുതൽ പാർട്ടിക്കിൾസ് എവിടോട്ട് എത്തും? വേപ്പർ ഫേസിൽ എത്തുമല്ലോ. വേപ്പർ ഫേസിൽ കൂടുതൽ പാർട്ടിക്കിൾസ് എത്തുകയാണ് എങ്കിൽ അവിടുത്തെ പാർഷ്യൽ പ്രഷർ എന്ത് ചെയ്യും? കൂടുവാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ പോസിറ്റീവ് ഡീവിയേഷൻ solute solvent interaction is weaker than solute solute or solvent solvent interaction. പോസിറ്റീവ് ഡീവിയേഷനിൽ ഓർത്തോണം, പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ കൂടുക. പാർഷ്യൽ പ്രഷർ കൂടണമെന്നുണ്ടെങ്കിൽ വേപ്പർ ഫേസിൽ എത്തുന്ന പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടണം. അപ്പം വേപ്പർ ഫേസിൽ കൂടുതൽ പാർട്ടിക്കിൾസ് എത്തണം എന്നുണ്ടെങ്കിൽ സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ അവിടെ എന്തായിരിക്കണം? വീക്ക് ആയിരിക്കണം. അപ്പോൾ ഇൻ പോസിറ്റീവ് ഡീവിയേഷൻ സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ, സൊല്യൂട്ടും സോൾവെന്റും കൂടെ മിക്സ് ചെയ്യുമ്പോഴുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഏതിനെക്കാട്ടി വീക്കർ ആയിരിക്കും? വീക്കർ ദാൻ സൊല്യൂട്ട് സൊല്യൂട്ട് ഓർ സോൾവെന്റ് സോൾവെന്റ് ഇന്ററാക്ഷൻ. ഇന്ററാക്ഷൻ വീക്കർ ആയതുകൊണ്ട് കൂടുതൽ പാർട്ടിക്കിൾസ് വേപ്പർ ഫേസിലെത്തും. ആസ് എ റിസൾട്ട് പാർഷ്യൽ പ്രഷർ ഇൻക്രീസസ്. ഇതാണ് പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷനിൽ PA is greater than P0A into XA or PB is greater than P0B into XB because the solute-solvent interactions are weaker than solute-solute or solvent-solvent interaction. As a result, more particles reaches the vapor phases, so partial pressure increases. Then delta H mixing, enthalpy change ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതായത് ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ദെൻ ഡെൽറ്റ വി മിക്സിംഗ് നോട്ട് ഈക്വൽ ടു 0. ഡെൽറ്റ വി മിക്സിംഗും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഡെൽറ്റ വി മിക്സിംഗ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇതാണ് പോസിറ്റീവ് ഡീവിയേഷന്റെ കണ്ടീഷൻസ്. അപ്പം കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? PA is greater than P0A into XA or PB is greater than P0B into XB. Solute-solvent interactions are weaker than solute-solute or solvent-solvent. Then delta H mixing greater than 0 and delta V mixing greater than 0. അപ്പോൾ എങ്കിൽ നെഗറ്റീവ് ഡീവിയേഷനിൽ PA എന്ന് പറയുന്നത് ലെസ് ദാൻ P0A into XA or PB is less than P0B into XB. എങ്കിൽ അവിടുത്തെ ഇന്ററാക്ഷൻ സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിരിക്കോ വീക്ക് ആയിരിക്കോ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ നെഗറ്റീവ് ഡീവിയേഷനിൽ കുറവാ വരുന്നത്. നമുക്ക് കിട്ടേണ്ട വാല്യൂവിനെക്കാട്ടിൽ കുറവാ വരുന്നത്. പാർഷ്യൽ പ്രഷർ കുറയണം എന്നുണ്ടെങ്കിൽ മോൾ ഫ്രാക്ഷൻ അവിടെ എന്തായിരിക്കണം? കുറവായിരിക്കണമല്ലോ. അതായത് വേപ്പർ ഫേസിലോട്ട് എത്തുന്ന പാർട്ടിക്കിൾസ് അവിടെ എന്ത് ചെയ്യും? കുറയും. വേപ്പർ ഫേസിൽ എത്തുന്ന പാർട്ടിക്കിൾസ് കുറയണം എന്നുണ്ടെങ്കിൽ സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ എന്തായിരിക്കണം? സ്ട്രോങ് ആയിരിക്കണം. അട്രാക്ഷൻ സ്ട്രോങ് ആയി കഴിയുന്ന ഉടനെ വേപ്പർ ഫേസിലോട്ട് എസ്കേപ്പ് ചെയ്യുന്ന പാർട്ടിക്കിൾസിന്റെ അളവ് അവിടെ എന്ത് ചെയ്യും? കുറയും. അപ്പൊ പാർഷ്യൽ പ്രഷറും അവിടെ കുറയും. So in negative deviation, the solute-solvent interaction are stronger than solute-solute or solvent-solvent interaction. As a result, partial pressure decreases. In negative deviation, solute-solvent interactions are stronger than solute-solute or solvent-solvent interaction. നെഗറ്റീവ് ഡീവിയേഷനിൽ സൊല്യൂട്ടും സോൾവെന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ സ്ട്രോങ് ആയിരിക്കും. സ്ട്രോങ് ആകുന്നത് കൊണ്ടാണ് വേപ്പർ ഫേസിലെത്തുന്ന പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറയുന്നതും പാർഷ്യൽ പ്രഷർ കുറയുന്നതും. ദെൻ ഡെൽറ്റ എച്ച് മിക്സിംഗ് ലെസ് ദാൻ 0 ആയിരിക്കും. അതായത് ഡെൽറ്റ എച്ച് മിക്സിംഗ് ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ദെൻ ഡെൽറ്റ വി മിക്സിംഗ് ഈസ് ലെസ് ദാൻ 0. ഇതാണ് പോസിറ്റീവ് നെഗറ്റീവ് ഡീവിയേഷൻ തമ്മിലുള്ള ഡിഫറൻസ്. എക്സാമ്പിൾസ് ഓഫ് പോസിറ്റീവ് ഡീവിയേഷൻ. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസിന് എക്സാമ്പിൾ ആണ് ഈഥൈൽ ആൽക്കഹോൾ ആൻഡ് വാട്ടർ, കാർബൺ ടെട്രാക്ലോറൈഡ് ആൻഡ് ബെൻസീൻ, അസറ്റോൺ ആൻഡ് ബെൻസീൻ. ദെൻ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് ആണ് HNO3 ആൻഡ് വാട്ടർ, അതേപോലെ HCl ആൻഡ് വാട്ടർ, acetic acid and pyridine, chloroform and acetone.